തെങ്ങിൽ നല്ല പച്ച കവളിമടൽ ഉണ്ടാവും, അതങ്ങോട്ട് വെട്ടിയെടുത്തിട്ട് മുതുവളക്ക കൊടുക്കണം. ഒറ്റ അടി അവൻ്റെ എല്ലാ ഇതക്കേടുകളും തീരും. ബഹളവും അതുപോലെ തന്നെ നാട്ടുകാർക്ക് ഉറങ്ങാൻ പറ്റൂല, വീട്ടുകാർക്ക് ഉറങ്ങാൻ പറ്റൂല. പുറത്തൊരു മുറിവോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഇല്ലാത്ത രീതിയിൽ അടിച്ച് എന്നാണ് ഉടുതുണി ഇല്ലാതെ അവിടെ കിടക്കുന്ന കാണാം. ബുദ്ധിമുട്ടാണ്. ഈ കള്ളുടിയും പറയാണ് കേട്ടോ, ഈ മെയിൻ കള്ളുടിയും പറയാണ്, അപ്പുറം ചുറ്റും ഇരിക്കുന്ന ബാക്കിയെല്ലാം കള്ളുടിയും പറയാണ്. ഹലോ ഗായ്സ്, എന്ത് കഥ, എന്താണ് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? അസ്രു എൻ്റർടൈൻസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറയാൻ കാരണം, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അവർ ചാനലൊന്ന് സബ് ചെയ്യണം, അതുപോലെ തന്നെ വീഡിയോസൊക്കെ കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അല്ലേ, നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം, അത്രയല്ലേ? അല്ലേ, ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ, എൻ്റെ വീഡിയോസൊക്കെ അത്യാവശ്യം നല്ല വീഡിയോസൊക്കെ അല്ലേ ചെയ്യുന്നത്. നമ്മൾ ലൈവൊക്കെ ഇടാറുണ്ട്, നമ്മൾ ലൈവിലൊക്കെ വരണം. പിന്നെ എന്തൊക്കെയാണ് പറയാനുള്ളത് ഗൈസ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇന്ന് ഞാൻ പറയാൻ പോണ കാര്യം എന്ന് പറയുമ്പോൾ, എനിക്ക് 1-2 ആൾക്കാർ എനിക്ക് മെസ്സേജ് ഇട്ടതാണ്. അതിനെക്കുറിച്ച് എന്താണ് നിൻ്റെ അഭിപ്രായം എന്ന് ചോദിച്ചു. വേറൊന്നിനെ കുറിച്ചുമല്ല, നമ്മുടെ കള്ളുകുടിയന്മാരെ കുറിച്ചാണ് ആൾക്കാർ പറയാൻ കാരണം, ആദ്യമേ അവർ ചോദിച്ചിട്ട് നീ കുടിക്കുന്ന ആളാണോ, നീ വെള്ളം അടിക്കുമോ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം അവരോട് ഞാൻ പറയുന്നൊരു കാര്യം തന്നെ, ഒരിക്കലുമില്ല, ഞാൻ ഇന്നേവരെ യൂസ് ചെയ്തിട്ടില്ല, എനിക്ക് അതിനോട് വലിയ താല്പര്യമുള്ള ആളൊന്നുമല്ല, ഞാൻ യൂസ് ചെയ്തിട്ടുമില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം പറഞ്ഞു, എങ്കിൽ അസ്രു എനിക്ക് അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് എന്താണ് അസ്രുവിൻ്റെ അഭിപ്രായം, അതിനെക്കുറിച്ചൊരു വീഡിയോ എന്നൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒരാളല്ല 2-3 പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിപ്പോഴല്ല കേട്ടോ, ഇതിന് മുന്നേ കുറച്ച് ദിവസം മുന്നേ ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആ സമയത്താണ് എന്നോട് കുറേ ആൾക്കാർ വന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരാൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തായിരുന്നു. ഞാൻ നാട്ടിൽ വിളിച്ചപ്പം ഇതിനെക്കുറിച്ച് ഒരാൾ ചർച്ച ചെയ്യുകയും ചെയ്തായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അതിനെക്കുറിച്ചാവാം ഇന്നത്തെ വീഡിയോ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പറയാൻ കാരണം വേറൊന്നുമല്ല, എന്താണ് നിൻ്റെ അഭിപ്രായം എന്ന് ചോദിച്ചതിനോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല. പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഭയങ്കര ബോറായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർ ഈ കുടിയന്മാരെ കൊണ്ട് ചില ഫാമിലികളൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന കുറേ ഫാമിലീസ് ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയാവുന്ന കുറേ കുടുംബങ്ങളുണ്ട്. പറയാൻ കാരണം, ജോലി കഴിഞ്ഞ്, അതായത് ഇപ്പം 500 രൂപയ്ക്ക് ജോലി ചെയ്യുവാണെങ്കിൽ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 500 രൂപയ്ക്ക് ജോലി ചെയ്യുവാണെങ്കിൽ, അതിൽ 400 രൂപയ്ക്കും കുടിക്കുന്ന കുറേ ആൾക്കാരെ എനിക്കറിയാവുന്ന കുറേ ആൾക്കാരുണ്ട്. പറയാൻ കാരണം, അവരെ ഫാമിലി എന്ന് പറയുമ്പോൾ അതായത് അവരെ ഗ്രഹനാഥനാണ് ഇത് ചെയ്തിട്ട് വരുന്നത്. ഇവരെയും എക്സ്പെക്ട് ചെയ്ത് വരിക്കുന്ന ഒരു വൈഫ് ഉണ്ടാവാം, 2 കുട്ടികൾ അല്ലെങ്കിൽ 3 കുട്ടികൾ അല്ലെങ്കിൽ 1 കുട്ടി, അങ്ങനെയൊക്കെ ഉള്ള ഫാമിലി എന്ന് പറയുമ്പോൾ, ഫാമിലി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഇവരെ എക്സ്പെക്ട് ചെയ്താണ് അവരിയ്ക്കുന്നത്. അപ്പം ഇപ്പം അല്ലെങ്കിൽ മക്കളിപ്പം പറയുന്നു, അച്ഛൻ ഇന്നിപ്പം ജോലി കഴിഞ്ഞിട്ട് വരുമല്ലേ, അച്ഛൻ ഇന്ന സാധനങ്ങൾ കൊണ്ടുവരുമായിരിക്കും, അല്ലെങ്കിൽ ഇന്ന സാധനം മേടിച്ചിട്ട് വരുമായിരിക്കും. ഇപ്പം വൈഫാണെങ്കിൽ തന്നെ അവർ വിചാരിക്കും, എന്താ പറയുക, ഒരു കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകണത് എന്ന് പറയുമ്പോൾ അവർ വീട്ടിലെ സ്ത്രീകൾ തന്നെയാണ്. നമ്മൾ കൊടുക്കുന്നു, ജോലി ചെയ്ത് കൊടുക്കുന്നു, എന്നാലും ആ ഒരു കുടുംബത്തിലെ സ്ത്രീകൾക്ക് മാത്രമേ അതെങ്ങനെ കൊണ്ടുപോകാൻ പറ്റൂ എന്നുള്ളത് അവർക്കുള്ള പ്രത്യേകം കഴിവ് തന്നെയാണ്. ഒരിക്കലും അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അപ്പോൾ അവർ അത്രയും എക്സ്പെക്ട് ചെയ്ത് നിൽക്കാൻ നേരത്ത് ഇവർ രാത്രി വരണതെന്ന് പറയുമ്പോൾ 4-ാം കാലിലായിരിക്കും. 4-ാം കാൽ മീൻസ് ആടിക്കുഴഞ്ഞ് വരിക എന്നൊക്കെ പറയൂലേ. പിന്നെ നമുക്ക് എല്ലാവരെയും നമുക്ക് പറയാൻ പറ്റൂല. ചില ആൾക്കാരെന്ന് പറയുമ്പോൾ എന്താ പറയുക, 4 അടിച്ചാലും നമ്മളെ ചോക്ലേറ്റ് പറയുന്ന നമുക്ക് 4 അടിച്ചാലും നഗരം നഗരം മഹാസാഗരം ഒന്നും ഒരു കുഴപ്പമില്ലാതെ പാടുകയും ചെയ്യും, എന്നാൽ കുടിക്കുകയും ചെയ്യും. ഫാമിലിയെ നോക്കുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെയും കുറേ ആൾക്കാർ എനിക്കറിയാം. നമ്മൾ എല്ലാവരെയും അങ്ങനെ എന്താ പറയുക അടച്ചാക്ഷേപിക്കാൻ പാടില്ല. അവരുടെ ആവശ്യം എന്താ പറയുക, വല്ലപ്പോഴൊക്കെ കുടിക്കുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയും സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും കുടിക്കുമെന്ന് പറയാറുണ്ട്. അങ്ങനെയല്ല, ചില ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്, എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസം എന്തെങ്കിലും എങ്ങനെയൊക്കെയുള്ള കുറേ ദിവസങ്ങൾ കുടിക്കുന്നവരുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞ് അതൊന്നും അവരുടെ ഫാമിലിയെ ബാധിക്കാറില്ല. അവരുടെ ഫാമിലിയെ ബാധിക്കാത്ത കുറേ ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷേ ഈ കുടിയന്മാർ കാരണം മൊത്തം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫാമിലി, അതല്ലെങ്കിൽ ആ ഫാമിലി മൊത്തത്തിൽ ഇല്ലാതായ കുറേ കുടുംബങ്ങളും എനിക്കറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, അവർക്ക് ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഫാമിലിയിലുള്ള ആൾക്കാർക്ക് ഭയങ്കര നാണക്കേടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പല ഫാമിലിയിലെ പല ആൾക്കാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഇന്ന ആൾ അല്ലെങ്കിൽ നിൻ്റെ അച്ഛൻ അല്ലെങ്കിൽ നിൻ്റെ ഹസ്ബൻഡ് അവിടെ കുടിച്ച് അവിടെ കിടക്കുവാണ്, അടിച്ച് പാമ്പായി കിടക്കുവാണെന്നൊക്കെ പറയൂലേ, അങ്ങനെ കിടക്കുന്നുണ്ട് എന്നൊക്കെ വന്ന് പറയാൻ നേരത്തെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തരുന്നൊരു കാര്യം തന്നെയാണ് അല്ലേ. പിന്നെയെന്ന് പറയുമ്പം അവരെ ഫാമിലിയെക്കുറിച്ച് ഒരു ചിന്ത പോലും ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ടാവും, കുറേ ഊളകൾ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർ കുടിച്ചിട്ട് എന്താ പറയുക നടു റോഡിൽ അതുപോലെ തന്നെ ഫാമിലിയിലൊന്ന് ബഹളം ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഭയങ്കര ഡ്രാമ കാണിക്കുകയൊക്കെ ചെയ്യും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുടിച്ചിട്ട് കൂടുതൽ അവിടെ കിടന്ന നാടകം ഇത് എന്താ പറയുക, ആടലും പാടലും ഒരുമാതിരി ആട്ടവും ബഹളവും ഒക്കെ കാണിക്കുന്നത്, എൻ്റെ ഒരു ഇത് എന്ന് പറയുമ്പം ഞാൻ കണ്ടിടത്തോളം വെച്ച് നോക്കുകയാണെങ്കിൽ അത് ഭയങ്കര നമ്പർ തന്നെയാണ്. അത് കൂടുതൽ അവരെ കയ്യിൽ നിന്നിടുന്ന സാധനങ്ങളാണ്.
അഭിനയം തന്നെയാണ്. അത് ഞാൻ 100% ഉറപ്പ് തരാം. പക്ഷേ കവളി മടൽ വെട്ടിയവന്മാരെ മുതുവളക്കം അടിച്ചു കഴിഞ്ഞാൽ അവരെല്ലാ അഭിനയവും നിർത്തി മാന്യമായിട്ട് മര്യാദയ്ക്ക് ഒരു സ്ഥലത്ത് വന്ന് മിണ്ടാതിരിക്കും. പക്ഷേ അത് ചെയ്യാൻ ഇവർക്ക് അവിടെ ആരുമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ അതാണ്. ഞാൻ കൊടുക്കുന്ന അഡ്വൈസാണ് കേട്ടോ. പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം അടിച്ചിട്ട് വന്നിട്ട് ഈ വീട്ടിൽ കിടന്നുടന്ന് അടി ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ബഹളം വയ്ക്കും. വീട്ടിലായിക്കോട്ടെ നാട്ടിലായിക്കോട്ടെ ഇതുപോലെയുള്ള ബഹളം വയ്ക്കുക ഒരുമാതിരി ഭയങ്കര ഇതെന്താണ് ആട്ടവും ബഹളവും പാട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ ഷോ കാണിക്കുന്നത് വെള്ളത്തിൻ്റെ പുറത്ത്. എന്താ ഇങ്ങനെ കാണിക്കുന്നത്? വെള്ളത്തിൻ്റെ പുറത്തൊന്നുമല്ല. അവർ കാണിക്കുന്ന നമ്പറാണ്. നല്ല അടിപൊളി കവളി മടലുണ്ടല്ലോ, നമ്മളെ തെങ്ങിൽ നിന്ന് അങ്ങോട്ട് വെട്ടിയെടുക്കുന്ന പച്ച കവളി മടലായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഓല വെട്ടിയിട്ട് ഉണങ്ങി കിടക്കുന്ന സാധനം പറ്റത്തില്ല കേട്ടോ. അതിൽ വലുതായിട്ട് തേക്കൂല. നല്ല തെങ്ങിൽ നല്ല പച്ച കവളി മടൽ ഉണ്ടാവും. അതങ്ങോട്ട് വെട്ടിയെടുത്തിട്ട് മുതുവളക്കം കൊടുക്കണം. ഒറ്റയടി അവൻ്റെ എല്ലാ തക്കേടുകളും തീരും. ഒരു പ്രശ്നവും ഉണ്ടാവില്ല. എല്ലാ പ്രശ്നങ്ങളും അവൻ്റെ തീരും. ഇത് വീട്ടിലിരിക്കുന്നവർ ചെയ്യുക. എന്തായാലും മക്കൾക്ക് ചെയ്യാൻ പറ്റൂല. പിന്നെ തന്തയെ തല്ലി എന്നൊരു പേര് മക്കൾക്ക് വരും. അതുകൊണ്ട് ഒരിക്കലും അവർ ചെയ്യാൻ പാടില്ല. നാട്ടുകാർ ചെയ്യുക. നാട്ടുകാർ ചെയ്തിരുന്ന ഒരു കുഴപ്പമില്ല. അവന് ഓർമ്മയില്ലെന്നല്ലേ പറയണം. ചില ആൾക്കാർ പറയും. ഞാൻ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ട് കേട്ടോ. അത് എൻ്റെ ഒരു റിലേറ്റീവ് പറഞ്ഞൊരു ഇതാണ് കേട്ടോ. പറയാൻ കാരണം ഒരാൾ എന്നും കുടിച്ചിട്ട് വരുമെന്ന്. എന്നും കുടിച്ചിട്ട് വന്നിട്ട് അവരെ വീട്ടിൽ വന്നിട്ട് ബഹളം വെച്ച് എന്നും അടിയും ബഹളവും. അതുപോലെ തന്നെ നാട്ടുകാർക്ക് ഉറങ്ങാൻ പറ്റൂല, വീട്ടുകാർക്ക് ഉറങ്ങാൻ പറ്റൂല, ചുറ്റുപാടുള്ളവർക്ക് ഭയങ്കര എല്ലാവർക്കും ശല്യമാണ്. അങ്ങനെയുള്ള ഭയങ്കര പ്രശ്നങ്ങളായിട്ടുള്ള ഒരാളുണ്ടെന്ന്. എന്നും വന്നത് എനിക്ക് പ്രശ്നം ഉണ്ടാക്കും. രാവിലെ എണീക്കാൻ നേരത്ത് ഇയാളെപ്പോലൊരു മാന്യൻ വേറെ ആളില്ല എന്നാണ് പറയുന്നത്. ഇയാൾ ഭയങ്കര മാന്യനാണെന്നാണ് പറയുന്നത്. രാവിലെ എണീക്കുമ്പോൾ ഇന്നലത്തെ നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയേ ഇല്ല. അതങ്ങ് സ്ഥിരമായിട്ടിരിക്കുകയാണ് കേട്ടോ. എന്നും ഇതുപോലെ തന്നെയാണ്. വന്നിട്ട് ഭയങ്കര ബഹളമാണ്. നാട്ടുകാരെല്ലാവരും കൂടാറുണ്ട്. ഇതുപോലുള്ള ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷേ പിറ്റേന്ന് എണീറ്റ് നോക്കാൻ നേരത്തോ ഇയാളെപ്പോലൊരു മാന്യൻ വേറെ എന്താ പറയുക ആ ലൊക്കാലിറ്റിയിലേ ഇല്ലെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ഡീസൻ്റാണ്. മറ്റേ സാധനം അങ്ങോട്ട് അകത്തോട്ട് ചെല്ലുമ്പോഴേ അയാളുടെ സ്വഭാവം മാറുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് അതിൻ്റെ കെട്ടിറങ്ങാൻ നേരത്ത് എന്താ പറയുക പുള്ളിക്കാരന് ഒന്നും ഓർമ്മയില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ദിവസം അവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് പുള്ളിക്കാരൻ ഇതുപോലെ ഇങ്ങനെ വന്ന സമയത്ത് അറഞ്ചം അടിച്ചെന്നാണ് പറയുന്നത്. അറഞ്ചം അതായത് പുറത്തൊരു മുറിവോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഇല്ലാത്ത രീതിയിൽ അടിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ പിറ്റേന്ന് എണീച്ചപ്പോൾ അയാൾക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. ഇന്നലെ എന്നെ എന്തിനു പെൺപിള്ളേട്ടാണ് ചോദിച്ചത്, നീ ഇന്നലെ എന്നെ ആൾക്കാരെ കൊണ്ട് അടിപ്പിച്ചത് എന്ന് അയാൾ ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. നീ എന്തിനാ? അപ്പോഴാണ് പറയണത് ഇവർക്ക് എല്ലാവർക്കും എല്ലാം അറിയാം. മനസ്സിലായില്ലേ? ഇവർ കാണിക്കുന്നത് വെറും നാടകം മാത്രമാണ്. ഇവർക്ക് എല്ലാ സംഭവങ്ങളും അറിയാം. ഇവർ ഭയങ്കര നാടകങ്ങളാണ് ഈ കള്ളുടിയന്മാർ കാണിക്കുന്നത്. വെറും ഊളകൾ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. നമ്മളെ ഈ ജംഗ്ഷനിലൊക്കെ വന്ന് ഓരോ ആൾക്കാർ ഇങ്ങനെ കുടിച്ചിട്ട് ഉടുതുണി ഇല്ലാതെ അവിടെ കിടക്കുന്ന കാണാം. അതുപോലെ ഒരിതും ഇല്ലാതെ അവിടെ കിടക്കുന്നത് കാണാം. പക്ഷേ ഇവന്മാർക്ക് അങ്ങനെ കിടന്നാൽ മതി. പക്ഷേ അവരുടെ ഫാമിലി അല്ലെങ്കിൽ അവരുടെ മക്കൾ അവരൊക്കെ അനുഭവിക്കുന്ന ആ ഒരു നാണക്കേടെന്ന് പറയുമ്പോൾ അത് ഇവന്മാർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. അത്രത്തോളം എന്താ പറയുക അപമാനിക്കുവാണ് വീട്ടിലുള്ള ആൾക്കാരെ. ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ഇതെന്നോട് ചോദിച്ച ആൾക്കാരോടാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് കള്ളുടിയന്മാർ കയറിയൊന്നും ഇതിൻ്റെ അകത്ത് മേയൊന്നും ചെയ്യരുത്. പറയാൻ കാരണം ഞാൻ എല്ലാവരെയും അല്ല പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഊളകളായിട്ട് നടക്കുന്ന എല്ലാ കള്ളുടിയന്മാരെയും തന്നെയാണ് പറയുന്നത്. ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കുറേ കുടിയന്മാരെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആർക്കും സ്റ്റാൻഡേർഡ് ഇല്ല, എല്ലാവർക്കും സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഊളത്തരം കാണിക്കുമല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിച്ചിട്ട് വയറ്റ് കിടക്കാവുന്ന ഈ പ്രശ്നങ്ങളും അതുപോലെ വീട്ടിൽ വൈഫിനെ പോയിട്ട് അടിക്കുക, അല്ലെങ്കിൽ മക്കളെ വണ്ടേ കയറുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറേ തെണ്ടികളുണ്ടല്ലോ. ആ തെണ്ടികൾക്കെതിരെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അത് ഉറപ്പായിരുന്നു. ഇനി അവന്മാർ വന്നിരുന്നത് എന്ത് ഇതിൻ്റെ അകത്തൊന്നും മണച്ച ഡയലോഗ് പറഞ്ഞാലും എനിക്കൊരു തേങ്ങയില്ല. അത് വേറൊരു കാര്യം. അപ്പം ഒന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ പറയുക സങ്കടം വന്നപ്പോൾ എനിക്ക് എന്താ പറയുക മനസ്സിന് സുഖമില്ലായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചിരുന്നു. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് എന്താണ് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. ആ ഒരു അവസ്ഥയിൽ വന്നപ്പോൾ ഞാൻ 2 കുറേ അടിച്ചു എന്ന് പറഞ്ഞ ഒരാളല്ല പല ആൾക്കാരെ കേട്ടു. എനിക്ക് അങ്ങനെ അറിയാവുന്ന ഒരാളുണ്ടായിരുന്നു കേട്ടോ. ഒരാൾ പറയണത് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, അത്രത്തോളം എനിക്ക് ടെൻഷനായിരുന്നു. ടെൻഷൻ അടിച്ച് ഞാൻ ഒരു വഴിക്കായി. ആ വഴിക്കായപ്പോൾ ഞാൻ 2 അടിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇത് അടിക്കുമ്പോൾ ടെൻഷൻ മാറിയോ? ഞാൻ ചോദിക്കുന്നുണ്ട്. ഈ കള്ളുകുടിയന്മാരോടുള്ളൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഈ കള്ള് കുടിക്കുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. അതിന് നിങ്ങൾ എനിക്ക് ഉത്തരം തരണം. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് ഉത്തരം പറഞ്ഞോ. എനിക്ക് വേറൊന്നുമല്ല ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നപ്പോൾ ഞാൻ 2 അടിച്ചു. അപ്പം നിങ്ങളെ ടെൻഷൻ മാറിയോ? എന്തെങ്കിലും ഭയങ്കര പ്രശ്നത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് പറയുന്നത്. ഭയങ്കര വലിയ പ്രശ്നമാണ്. ആ പ്രശ്നത്തിൽ നിന്ന സമയത്ത് ഞാൻ 2 അടിക്കാൻ പോയി. 2 അടിച്ചപ്പോൾ എനിക്ക് എന്താണ് നിങ്ങളുടെ പ്രശ്നം മാറിയോ? അപ്പോഴും അത്രയും ഭയങ്കര ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞു. ആ പ്രശ്നത്തിൽ നിന്നപ്പോൾ നിങ്ങളെ പ്രശ്നം 2 അടിച്ചപ്പോൾ നിങ്ങളെ പ്രശ്നം തീർന്നോ? ആ പ്രശ്നം ഇനി നിങ്ങളെ ബാധിക്കൂല അല്ലേ?
അപ്പോൾ അതിനൊക്കെ പരിഹാരമാണോ ഈ കുടിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിനുള്ള ഉത്തരം എനിക്ക് എന്തായാലും ഈ കള്ളുകുടിയന്മാരെനിക്ക് തരണം കേട്ടോ. പറയാൻ കാരണം ഇപ്പോഴും ഞാൻ വീണ്ടും പറയുന്നു, എല്ലാവരെയും അല്ല പറയുന്നത്. മറ്റേ ചോക്ലേറ്റ് പറയുന്ന കണക്ക് 4 അടിച്ചാലും മകരം മകരം മഹാസാഗരമെന്ന് നാക്ക് കുഴയാതെ പാടുന്ന കുറേ ആൾക്കാരുണ്ട്. ഡീസൻ്റായിട്ട് കുടിച്ചെന്ന് പോലും അറിയാത്ത നമ്മളെ കുടുംബത്തെ നോക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഒരിക്കലും അവരെ അല്ല പറയുന്നത്. എന്താ പറയുക, ഈ വെറും ഊളകളെ, അതായത് കുടിച്ചും പെടുത്തും എന്താ പറയുക നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന കുറേ ഊളകളുണ്ട്. ആ ഊളകളെയാണ് പറയുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെയെന്ന് പറയുമ്പം ഞാൻ പിന്നെ വേറൊരു കാര്യം കേട്ടിട്ടുണ്ട്. എന്താ പറയുക, ജോലിയില്ല. ഈ കള്ളുകുടിയന്മാരുടെ ആ ടീമിനെ കുറിച്ച് ഞാൻ പറയണം കേട്ടോ, വേറെ ഒന്നുമില്ല. കുറേ അത് എനിക്കറിയാവുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. കുറേ എനിക്കറിയാവുന്ന കുറേ ആൾക്കാരുണ്ട്. എന്ന് ചെയ്യുമ്പോൾ എന്താ 2 ദിവസം കൊണ്ട് ജോലിയില്ലടാ. ഇതൊരു സ്റ്റോറിയാണേ. 2 ദിവസം കൊണ്ട് ഈ കള്ളുകുടിയന്മാർ വട്ടത്തിലിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും കൂടെ വട്ടത്തിലിങ്ങനെ ഇരിക്കുമ്പം അപ്പുറം പോയിരുന്ന് സംസാരിക്കുന്നതാണ് കേട്ടോ. 2 ദിവസം കൊണ്ട് ജോലിയില്ലടാ. പറയാൻ കാരണം ഒന്നും മേടിച്ചിട്ടില്ല, വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒന്നുമില്ലടാ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ, ഭയങ്കര ടെൻഷനാണെന്ന് പറയുമ്പോൾ 2 ദിവസം ജോലിയും കാര്യങ്ങളൊന്നുമില്ലേ, വീട്ടിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ കള്ളുടിയും പറയാണ് കേട്ടോ. ഈ മെയിൻ കള്ളുടിയും പറയാണ്. അപ്പുറം ചുറ്റും ഇരിക്കുന്ന ബാക്കിയെല്ലാം കള്ളുടിയന്മാരാണ് കേട്ടോ. അപ്പം ഭയങ്കര വിഷമം. അപ്പം അങ്ങനെ പറയുന്നു, എന്ത് ചെയ്യുമെന്ന് അറിയില്ല, കുറച്ച് ദിവസം കൊണ്ട് ജോലിയും കാര്യങ്ങളൊന്നുമില്ല, വീട്ടിലാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വീട്ടിലൊരു സാധനങ്ങളില്ല, ഒരു സാധനവും മേടിച്ചിട്ടില്ല, എന്താണ് പട്ടിണിയോടാണ്, പട്ടിണിയുടെ ആ ഒരു വക്കിലാണ് നിൽക്കുന്നത്, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ എന്ന് പറഞ്ഞ് ഈ കള്ളുടിയും ഭയങ്കര സങ്കടമാണ് കേട്ടോ. അപ്പം തൊട്ടടുത്തൊക്കെ ഇരിക്കുന്ന കള്ളുടിയന്മാർ എല്ലാവരും തന്നല്ലേ, ആണല്ലേ, ഓരോരുത്തരും പറയണം ആണല്ലേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക. അപ്പോൾ ഇവർ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ, നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാവർക്കും കൂടെ പിരിവിടാം. എല്ലാവരും കൂടെ നീ എത്ര ഇടും, ഞാൻ ഇത്ര ഇടാം, ഞാൻ ഇത്ര ഇടാം. അപ്പം മറ്റവൻ ചോദിക്കും, നീ എത്ര ഇടും, ഞാനും ഇത്ര ഇടാം. അപ്പം ഈ ഒന്നുമില്ലെന്ന് പറയുന്ന കള്ളുടിയും പറയാണ്, എൻ്റെ കയ്യിൽ ഇല്ല. അപ്പോൾ കുഴപ്പമില്ല, നീ എത്ര ഇടും, ഞാൻ ഇത്ര ഇടാം. അപ്പോൾ ഏറെക്കുറെ കായ് അല്ലേ, നമ്മളെ പിരിവൊക്കെ എടുത്ത് ഇത്രയൊക്കെ എന്തിനാണ്, അവരെ വീട്ടിൽ അരി മേടിക്കാനല്ല. നിങ്ങൾ തെറ്റിദ്ധരിച്ചു. എന്താ പറയുക, നീ പറഞ്ഞ അവർ പട്ടിണിയാണ്, അവരെ വീട്ടിൽ സാധനങ്ങൾ മേടിക്കാനാണെന്ന് പറഞ്ഞാണോ നീ ഇരിക്കുന്നേ? അല്ല, കുപ്പിയെടുക്കാൻ. ഇത്ര പിരിവുകളിട്ടു, ഇത്ര സാധനങ്ങൾ ഇട്ടു, ഇത്രയും പിരിവിട്ടു. ഇനി ഇതെല്ലാം കൂടെ എടുത്ത് അവന് കൊഴിച്ചു കൊടുക്കാൻ നേരത്ത് അവൻ്റെ ടെൻഷൻ അങ്ങ് മാറുവാണ്. അപ്പം അവൻ്റെ വീട്ടിൽ സാധനങ്ങളില്ല, മനസ്സിലായില്ലേ? അവൻ്റെ വീട്ടിൽ സാധനം മേടിക്കാൻ ഒന്നുമില്ല, അവൻ്റെ വീട്ടിൽ ഒന്നുമില്ല. അപ്പം അവൻ്റെ വീട് പട്ടിണിയാണ്. അപ്പം അവൻ ടെൻഷനിലാണ്. അവൻ്റെ ടെൻഷൻ മാറണ്ടേ? അവൻ്റെ ടെൻഷൻ മാറാൻ എല്ലാവരും കൂടെ പട്ടം കൂടിയിരുന്ന് പിരിവിട്ട് ഒഴിച്ചു കുടിച്ച് ആസ്വദിച്ച് ചിരിച്ചും കളിച്ചും മുണ്ട് കൊടുക്കാൻ പറ്റാതെ ആടിപ്പാഞ്ഞ് ഇങ്ങനെ പോയി അവൻ്റെ വീട്ടിൽ കയറണം, അവൻ്റെ വീട്ടുകാരെ കാണിക്കണം. അപ്പോൾ അവ ഓക്കെ ആവൂലേ? ഈ ചുറ്റിനിരിക്കുന്ന കൂട്ടുകാരെ ഓക്കെ ആവൂലേ? ഇതാണ് നടക്കുന്നത്. ഇതാണ് കള്ളുകുടിയൻ ഫ്രണ്ട്സ്. അതായത് എല്ലാവരും അല്ല, ഞാൻ ഇപ്പോഴും എടുത്തെടുത്ത് പറയുന്നൊരു കാര്യമാണ്, എല്ലാവരെയും ചേർത്ത് പറയുകയല്ല, ഊളക്കള്ളുകുടിയന്മാർ. അതായത് കൂടുതൽ ഓവർ ആക്ടിങ് കാണിക്കുന്ന, കുടിച്ചിട്ട് വന്ന് നാടകം കാണിക്കുന്ന കുറേ ഊളകൾ. ആ ഊളകളോട് മാത്രം പറയുന്ന കാര്യങ്ങളാണ്. എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്? കുടിച്ച് നീയൊക്കെ ഇല്ലാതായി കിടന്ന, നീയൊക്കെ ചാവാൻ കിടന്ന, നിനക്ക് ഈ ഒഴിച്ചു തരുന്ന നിൻ്റെയൊക്കെ കൂട്ടുകാരന്മാരുണ്ടാവുമോ? അല്ല, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിനക്ക് ഉത്തരം പറയാൻ പറ്റുമോ? നിനക്കൊക്കെ ഈ കള്ളുകുടിയന്മാർ ആരെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ നിനക്കൊക്കെ ഉത്തരം തരാൻ പറ്റുമോ? ഈ ഒഴിച്ചു തരുന്ന ആൾക്കാർ ഉണ്ടാവുമോ നിനക്ക്? നീ നോക്കാതെ, നീ ചവിട്ടി തേച്ചാൽ നിൻ്റെ ഫാമിലിയല്ലേ നിനക്കുണ്ടാവുള്ളൂ. ഒരു നേരത്തെ ആഹാരം തരാൻ അവരല്ലേ ഉണ്ടാവുള്ളൂ. നിൻ്റെ ഈ ഒഴിച്ചു തരുന്ന കൂട്ടുകാരന്മാർ കാണുമോ? അന്ന് നിനക്ക് കുടിക്കാൻ പിരിവിട്ട് നിനക്ക് കുടിക്കാൻ ഒഴിച്ചു തന്ന് അവന്മാർ കാണുമോ? നിൻ്റെ ഹോസ്പിറ്റൽ കേസിനോ അല്ലെങ്കിൽ നിനക്ക് ഒരു നേരത്തെ ആഹാരം തരാനോ ഈ പിരിവിട്ട് നിനക്ക് വട്ടം കൂടി ഇരുന്ന് നിന്നെ കുടിപ്പിച്ച അവന്മാർ കാണുമോ? എല്ലാ കള്ളുടിയന്മാർക്കും ഇതൊരു പാഠമായിരിക്കണം. ഒരാളും ഉണ്ടാവൂല. കുടിക്കാനും പിരിവിടാനും കുടിപ്പിക്കാനും മാത്രമേ ആൾക്കാരുണ്ടാവുള്ളൂ. എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ ഈ കുടിയന്മാർ ഒറ്റൊരെണ്ണം ഉണ്ടാവൂല. അതൊന്നും പറഞ്ഞൊന്നും ചിന്തിക്കാത്ത എന്താണ്? ഇതാണ് ഗൈസ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ ചോദിച്ചതിനുള്ള മറുപടി മാത്രമാണ്, വേറൊന്നുമല്ല. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ കള്ളുടിയന്മാരെ ഒരാളെ എനിക്കിഷ്ടമല്ല.
സീരിയസ്ലി എനിക്കിഷ്ടമല്ല. ഇഷ്ടമല്ല എന്ന് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ കുടിക്കുന്ന കുറച്ച് ഫ്രണ്ട്സുകളുണ്ട്. അവരൊക്കെ മാന്യമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ കുടിക്കുന്നത് മാന്യമായ രീതി എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. അവന്മാർ കുടിച്ച് എന്നിട്ട് ആരുടെയും എന്താ പറയുക അവരുടെ തോളിൽ കയറാൻ ചെല്ലുന്നില്ല. അവർ ഒരു പ്രശ്നത്തിനും പോകണില്ല. അവർ കുടിച്ച് കഴിഞ്ഞാൽ അവർ കുടിച്ചിട്ട് അവർ അത് എന്തെങ്കിലും ഒരു വിശേഷ ദിവസം കുടിച്ചിട്ട് അവർ മാന്യമായിട്ട് കിടന്നുറങ്ങുന്നു. അങ്ങനെയുള്ള കുറേ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. അല്ലാതെ അവരവരുടെ കുടുംബം നോക്കുന്നുണ്ട്, അവരവരുടെ കുട്ടികളെ നോക്കുന്നുണ്ട്, അവരുടെ എന്താ പറയുക അവരുടെ നിലനിൽപ്പ് അവർ നോക്കുന്നുണ്ട്, അവരെല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. മാന്യമായ രീതിയിൽ ജീവിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞ് കുടിക്കുന്ന മാന്യമായ രീതി എന്നെല്ലാം പറയുന്ന ഒരിക്കലും ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ വെറുക്കുന്നൊരു കാര്യം എന്ന് പറയുമ്പോൾ കുടിക്കുന്നവരെയും കുടിയന്മാരെയാണ്. ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല, ഒരിക്കലും ഞാൻ ചെയ്യത്തുമില്ല. ഇതാണ് ഗൈസ് എൻ്റെ അഭിപ്രായം. എനിക്ക് ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. എൻ്റെ ഫാമിലിയിലും കുറേ ആൾക്കാരുണ്ട്, അവരോട് ഉൾപ്പെടെ തന്നെ പറയണത്. ഒരിക്കലും ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ അപ്പോൾ അവരെല്ലാവരും ചോദിക്കും, നീ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ എനിക്കെന്താ? ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. എനിക്ക് എൻ്റെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. എൻ്റെ അഭിപ്രായം മാത്രമാണിത്. ഒരാളെയും തിരുത്താൻ ഞങ്ങൾ ആരുമല്ല, നമ്മൾ ആരുമല്ല. അവരുടെയൊക്കെ നമുക്ക് ഒരു വട്ടം പറയാം, ചെയ്യാൻ പാടില്ല കേട്ടോ, ഇന്നെ ചെയ്യല്. നമ്മളെ മക്കളുണ്ട്, മക്കളിത് കണ്ടു പഠിക്കുന്നതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങൾ, അതിപ്പോൾ അനിയന്മാരുണ്ടാവും, അവരത് നമ്മളെ കണ്ടു പഠിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ഉപ്പാരുടെ അടുത്താണെങ്കിൽ നമ്മൾ പറയണം, മക്കൾ നമ്മളെ കണ്ടു പഠിക്കാനുള്ളതാണ്, ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ഒരു വട്ടം നമുക്ക് പറയാം, 2 വട്ടം പറയാം, 3 വട്ടം പറയാം, 4-ാം വട്ടം പറയാൻ നമ്മളാരാ? അല്ലേ? അത്രയേ ഉള്ളൂ. എല്ലാവരും അതാ നമ്മളെ അഭിപ്രായം പറയാനുള്ള അവകാശം നമുക്കുണ്ട്. നമുക്ക് അഭിപ്രായം പറയാം, അത്രയേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. നമ്മളോട് ചോദിച്ചതിനുള്ള മറുപടി എൻ്റെ അഭിപ്രായം. ഇതെന്താണ് നിനക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് പറഞ്ഞു. എനിക്കിത് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായില്ലേ? ഇത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഇനി കൂടുതൽ നിങ്ങളോടൊന്നും പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.